എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡിൻ്റെ 5th മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഷെയർഡ് പ്രിഫറൻസ് എന്ന ടോപ്പിക്കാണ്. ആദ്യം നമുക്ക് പെർസിസ്റ്റിംഗ് ഡാറ്റ എന്ന ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ആക്സസ് ചെയ്യാത്തതും മോഡിഫൈ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുമായ ഇൻഫർമേഷൻസിനാണ് പേഴ്സിസ്റ്റൻ്റ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് ഫ്രീക്വൻ്റായിട്ട് ആക്സസ് ചെയ്യാത്തതും മോഡിഫൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുമായ ഇൻഫർമേഷനാണ് എന്ത് പേഴ്സിസ്റ്റൻ്റ് ഡാറ്റ എന്ന് പറയുന്നത്. ആ പേഴ്സിസ്റ്റൻ്റ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഷെയർഡ് പ്രിഫറൻസ്, ഇൻറ്റർണൽ സ്റ്റോറേജ്, എക്സ്റ്റേണൽ സ്റ്റോറേജ്, എസ്ക്യുലേറ്റ് ഡാറ്റാബേസ്, അതുപോലെ നെറ്റ്വർക്ക് കണക്ഷൻ. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഷെയർഡ് പ്രിഫറൻസസ്. സ്റ്റോർ പ്രൈവറ്റ് പ്രിമിറ്റീവ് ഡാറ്റ ഇൻ കീ വാല്യൂ പെയേഴ്സ്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് പ്രിമിറ്റീവ് ഡാറ്റ കീ വാല്യൂ പെയറിലാണെന്ത് സ്റ്റോർ ചെയ്യുന്നത്. ഷെയർഡ് പ്രിഫറൻസിൽ പ്രൈവറ്റ് പ്രിമിറ്റീവ് ഡാറ്റ കീ വാല്യൂ പെയറിലാണെന്ത് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻറ്റർണൽ സ്റ്റോറേജ്. സ്റ്റോർ പ്രൈവറ്റ് ഡാറ്റ ഓൺ ദി ഡിവൈസ് മെമ്മറി. അപ്പം നമ്മുടെ ഫോണിൻ്റെയൊക്കെ ഇൻറ്റർണൽ മെമ്മറി അല്ലേ, റോം. അപ്പോൾ റോമിലൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യില്ലേ, അതുപോലെ പ്രൈവറ്റ് ഡാറ്റ ഡിവൈസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണെന്ത് ഇൻറ്റർണൽ സ്റ്റോറേജ്. അടുത്തത് എക്സ്റ്റേണൽ സ്റ്റോറേജ്. സ്റ്റോർ പബ്ലിക് ഡാറ്റ ഓൺ ദി ഷെയർഡ് എക്സ്റ്റേണൽ സ്റ്റോറേജ്. മെമ്മറി കാർഡൊക്കെ പോലെ പബ്ലിക് ഡാറ്റയെ എക്സ്റ്റേണൽ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണെന്ത് എക്സ്റ്റേണൽ സ്റ്റോറേജ്. അപ്പം മെമ്മറി കാർഡൊക്കെ പോലെ പബ്ലിക് ഡാറ്റയെ എക്സ്റ്റേണൽ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണെന്ത് എക്സ്റ്റേണൽ സ്റ്റോറേജ്. ദെൻ എസ്ക്യുലേറ്റ് ഡാറ്റാബേസസ്. സ്റ്റോർ സ്ട്രക്ചേർഡ് ഡാറ്റ ഇൻ എ പ്രൈവറ്റ് ഡാറ്റാബേസ്. നമ്മുടെ മൊബൈൽ ഫോണിനൊക്കെ വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൈവറ്റ് ഡാറ്റാബേസ് ആണെന്ത് എസ്ക്യുലേറ്റ് ഡാറ്റാബേസ്. ഇതിൽ സ്ട്രക്ചർഡ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് നെറ്റ്വർക്ക് കണക്ഷൻ. സ്റ്റോർ ഡാറ്റ ഓൺ ദി വെബ് വിത്ത് യുവർ ഓൺ നെറ്റ്വർക്ക് സെർവർ. അപ്പം നമ്മുടേതായ വെബ് നെറ്റ്വർക്ക് സെർവറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനാണെന്ത് നെറ്റ്വർക്ക് കണക്ഷൻ. നമ്മുടേതായ വെബ് നെറ്റ്വർക്ക് സെർവറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണെന്ത് നെറ്റ്വർക്ക് കണക്ഷൻ. നെക്സ്റ്റ് പേഴ്സിസ്റ്റിംഗ് ഫയൽസ്. Android uses a file system that is similar to disk-based file system on other platforms. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്ക് ബേസ്ഡ് ഫയൽ സിസ്റ്റം പോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഫയൽ സിസ്റ്റമാണ് എന്ത് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത്. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്ക് ബേസ്ഡ് ഫയൽ സിസ്റ്റം പോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഫയൽ സിസ്റ്റമാണ് എന്ത് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത്. എ ഫയൽ ഒബ്ജക്റ്റ് ഈസ് സ്യൂട്ടഡ് ടു റീഡിംഗ് ഓർ റൈറ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻ സ്റ്റാർട്ട് ടു ഫിനിഷ് ഓർഡർ വിത്തൗട്ട് സ്കിപ്പിംഗ് അറൗണ്ട്. ഒരു ഫയൽ ഒബ്ജക്റ്റ് വഴിയാണ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നതും അതുപോലെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നതും. അപ്പോൾ ഒരു ഫയൽ ഒബ്ജക്റ്റ് വഴിയാണ് എന്ത് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നതും അതേപോലെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നതും. സേവിങ് സ്റ്റേറ്റ് ആൻഡ് പ്രിഫറൻസസ്. അപ്പം നമുക്ക് ആൻഡ്രോയിഡിൽ ഒരുപാട് സ്റ്റേറ്റുകളും പ്രിഫറൻസസും സേവ് ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ്. ആൻഡ്രോയിഡ് പ്രൊവൈഡ്സ് എ റോബസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ഫ്രെയിംവർക്ക് ഫോർ ഡീലിംഗ് വിത്ത് പ്രിഫറൻസസ്. സ്റ്റേറ്റ്സും പ്രിഫറൻസും ഒക്കെ ഡീൽ ചെയ്യാൻ ആൻഡ്രോയിഡ് ഒരു റോബസ്റ്റ്, അതായത് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിഫറൻസസ് മീൻസ് ദോസ് ഫീച്ചർ ചോയ്സസ് ദാറ്റ് എ യൂസർ മേക്സ് ആൻഡ് സേവ്സ് ടു കസ്റ്റമൈസ് ആൻഡ് ആപ്ലിക്കേഷൻ ടു ദ ലൈക്കിംഗ്. യൂസറുടെ ഇഷ്ടത്തിനനുസരിച്ച് ആപ്ലിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യുന്നതിനും ചോയ്സസ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫീച്ചറാണെന്ത് പ്രിഫറൻസസ്. യൂസറുടെ ഇഷ്ടത്തിനനുസരിച്ച് ആപ്ലിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യുന്നതിനും ചോയ്സസ് സെറ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു ഫീച്ചറാണെന്ത് പ്രിഫറൻസസ്. ഫോർ എക്സാമ്പിൾ, യൂസർക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഒന്നല്ലെങ്കിൽ റിംഗ് ട്യൂൺ വഴി അറിയാൻ പറ്റും, അല്ലെങ്കിൽ വൈബ്രേഷൻ വഴി, അല്ലെങ്കിൽ ഇതൊന്നും അല്ല എന്നും സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. അങ്ങനെ യൂസർ ചോയ്സസ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫീച്ചറാണെന്ത് പ്രിഫറൻസസ്. നെക്സ്റ്റ് സേവിങ് ആപ്ലിക്കേഷൻ ഡാറ്റ. The data persistence techniques in Android provide options for balancing speed, efficiency and robustness. ആൻഡ്രോയിഡിലെ ഡാറ്റ പെർസിസ്റ്റൻസ് ടെക്നിക്സ് റോബസ്റ്റ്നെസ്സും എഫിഷ്യൻസിയും അതൊക്കെ പോലെ സ്പീഡും ബാലൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണെന്ത് ഷെയർഡ് പ്രിഫറൻസസ്. ഇറ്റ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് മെക്കാനിസം ടു സ്റ്റോർ എ നോൺ സെറ്റ് ഓഫ് വാല്യൂസ്. ഒരു നോൺ സെറ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് മെക്കാനിസം ആണെന്ത് ഷെയർഡ് പ്രിഫറൻസസ്. അതായത് ഒരു സിമ്പിൾ മെക്കാനിസം ആണ് ഇതിനെ ലൈറ്റ് വെയ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോൺ സെറ്റിലെ ഒരു അറിയുന്ന സെറ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് മെക്കാനിസം ആണിത് ഷെയർഡ് പ്രിഫറൻസസ്. അതിൽ ഫസ്റ്റ് ആണ് സ്റ്റോറിങ് യൂസർ ഇൻ്റർഫേസ് സ്റ്റേറ്റ്, അതായത് ഫേവറേറ്റ് സ്റ്റാർസ് ഒക്കെ പോലത്തെ. ഇതിൽ യൂസർ ഇൻ്റർഫേസ് സ്റ്റേറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും.
ഫോർ എക്സാമ്പിൾ ഫേവറേറ്റ്സ്, സ്റ്റാർസ് തുടങ്ങിയവയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇമെയിലിൽ ഫേവറേറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. നമ്മുടെ ഇമെയിൽ മെസ്സേജിനെ നമുക്ക് ഫേവറേറ്റ്സ് ആക്കി സെറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ കഴിയും. അതേപോലെ വാട്സാപ്പിലൊക്കെ മെസ്സേജുകളൊക്കെ നമുക്ക് സ്റ്റാർസ് ഒക്കെ അപ്ലൈ ചെയ്ത് സ്റ്റോർ ചെയ്യാനും കഴിയും. നെക്സ്റ്റ് യൂസർ പ്രിഫറൻസസ്. യൂസർ പ്രിഫറൻസസ് സ്റ്റോർ ചെയ്യാൻ കഴിയും. അതായത് ഗെയിം ലെവലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരു ഗെയിമിൻ്റെ 10 ലെവൽ കളിച്ചു കഴിഞ്ഞാൽ നാളെ ആ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ 11ാമത്തെ ലെവൽ തൊട്ട് നമുക്ക് കളിക്കാൻ കഴിയും. അതായത് 10 വരെയുള്ള ലെവൽ എന്ത് ചെയ്യും, ലോക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സെറ്റിങ്സ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ സെറ്റിങ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഒരു തീം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ് ഓഫാക്കി ഓൺ ആക്കുമ്പോഴും ആ തീം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. സേവ്ഡ് ആപ്ലിക്കേഷൻ UI സ്റ്റേറ്റ്. Activities and fragments include specialized event handlers to record the current UI state when our application is moved to the background. ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ തൊട്ട് മുന്നത്തെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ കറണ്ട് സ്റ്റേറ്റ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് സേവ്ഡ് ആപ്ലിക്കേഷൻ UI സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആക്ടിവിറ്റീസിനെയും അതേപോലെ ഫ്രാഗ്മെൻസിനെയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് ഇവൻറ്റ് ഹാൻഡ്ലേഴ്സും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫയൽസ്. ആൻഡ്രോയിഡ് ക്രിയേറ്റ് ആൻഡ് ലോഡ് ഫയൽസ് ഓൺ ദി ഡിവൈസ്, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ മീഡിയ, പ്രൊവൈഡിംഗ് സപ്പോർട്ട് ഫോർ ടെമ്പററി ക്യാഷസ് ആൻഡ് സ്റ്റോറിംഗ് ഫയൽസ് ഇൻ പബ്ലിക്കലി ആക്സസിബിൾ ഫോൾഡേഴ്സ്. ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയിലോ എക്സ്റ്റേണൽ മെമ്മറിയിലോ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുകയും ലോഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ടെമ്പററി ക്യാഷിന് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ്, പബ്ലിക്കലി ആക്സസിബിൾ ഫോൾഡറിൽ ഫയൽസ് സ്റ്റോർ ചെയ്യുന്നുമുണ്ട്. നെക്സ്റ്റ് ക്രിയേറ്റിംഗ്, സേവിങ് ആൻഡ് റിട്രീവിംഗ് ഷെയർഡ് പ്രിഫറൻസസ്. ടു ക്രിയേറ്റ് ഓർ മോഡിഫൈ എ ഷെയർഡ് പ്രിഫറൻസ് കോൾ ഗെറ്റ് ഷെയർഡ് പ്രിഫറൻസസ് ഓൺ ദി കറണ്ട് കോണ്ടെക്സ്റ്റ്. ഒരു ഷെയർഡ് പ്രിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനോ മോഡിഫൈ ചെയ്യുന്നതിനോ കറണ്ട് കോണ്ടെക്സ്റ്റിലെ ഗെറ്റ് ഷെയർഡ് പ്രിഫറൻസ് എന്ന മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. ഒരു ഷെയർഡ് പ്രിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനോ മോഡിഫൈ ചെയ്യുന്നതിനോ കറണ്ട് കോണ്ടെക്സ്റ്റിലെ ഗെറ്റ് ഷെയർഡ് പ്രിഫറൻസ് എന്ന മെത്തേഡാണിത് കോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഷെയർഡ് പ്രിഫറൻസസ് S= ഗെറ്റ് ഷെയർഡ് പ്രിഫറൻസ് ഓഫ് മൈ പ്രിഫറൻസസ് കോണ്ടെക്സ്റ്റ് ഡോട്ട് മോഡ് പ്രൈവറ്റ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പാരാമീറ്റർ എന്താണ്, ഒരു കീയും സെക്കൻഡ് പാരാമീറ്റർ ഒരു മോഡുമാണ്. ടു മോഡിഫൈ എ ഷെയർഡ് പ്രിഫറൻസ് യൂസ് ദി ഷെയർഡ് പ്രിഫറൻസ് ഡോട്ട് എഡിറ്റർ ക്ലാസ്. അപ്പം ഷെയർഡ് പ്രിഫറൻസസ് ഡോട്ട് എഡിറ്റർ ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഷെയർഡ് പ്രിഫറൻസ് മോഡിഫൈ ചെയ്യുന്നത്. യൂസ് ദി പുട്ട് ടൈപ്പ് മെത്തേഡ്സ് ടു ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് വാല്യൂസ്. അപ്പം നമ്മൾ പുട്ട് ടൈപ്പ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു പുതിയ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നതും അതുപോലെ നിലവിലുള്ളവയെ അപ്ഡേറ്റ് ചെയ്യുന്നതും. ഫോർ എക്സാമ്പിൾ എഡിറ്റർ ഡോട്ട് പുട്ടിൻ്റെ ഓഫ് ഇവൻ നമ്പർ 4. ടു സേവ് എഡിറ്റ്സ് കോൾ അപ്ലൈ ഓർ കമ്മിറ്റ് ഓൺ ദി എഡിറ്റർ ഒബ്ജക്റ്റ് ടു സേവ് ദി ചേഞ്ചസ്. നമ്മൾ എഡിറ്റ് ചെയ്ത വാല്യൂസ് സേവ് ചെയ്യാൻ എഡിറ്റർ ഒബ്ജക്റ്റ് ഡോട്ട് അപ്ലൈ അല്ലെങ്കിൽ എന്താണ് കമ്മിറ്റ് മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് ആണത് എഡിറ്റർ ഡോട്ട് അപ്ലൈ. ടു റീഡ് വാല്യൂസ് യൂസ് ഷെയർഡ് പ്രിഫറൻസസ് മെത്തേഡ് സച്ചസ് ഗെറ്റ് ബൂളിയൻ ആൻഡ് ഗെറ്റ് സ്ട്രിങ്. അപ്പോൾ നമ്മൾ ഗെറ്റ് ബൂളിയൻ, ഗെറ്റ് സ്ട്രിങ് തുടങ്ങിയ ഷെയർഡ് പ്രിഫറൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻസേർട്ട് ചെയ്ത വാല്യൂസിനൊക്കെ റീഡ് ചെയ്യുന്നത്. ഗെറ്റ് ബൂളിയൻ, ഗെറ്റ് സ്ട്രിങ് തുടങ്ങിയ ഷെയർഡ് പ്രിഫറൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻസേർട്ട് ചെയ്ത വാല്യൂസൊക്കെ റീഡ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് ബൂളിയൻ സൈലന്റ് ഈക്വൽ ടു ഷെയർഡ് ഡോട്ട് ഗെറ്റ് ബൂളിയൻ ഓഫ് സൈലന്റ് മോഡ് ഫാൾസ്.